യുഎന്നിൽ ഇന്ത്യയെ താറടിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അസാധാരണ നീക്കത്തിലേക്ക് ഇന്ത്യയും കടക്കുകയാണ്. പാകിസ്ഥാന്റെ വായടപ്പിക്കാൻ വമ്പൻ നീക്കങ്ങളാണ് ഇന്ത്യ അണിയറയിൽ ഒരുക്കുന്നത്. പുതിയ ഇന്ത്യ ഒരു അപകടകരമായ ഇടമാണെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം അംബാസിഡർ മുനീർ അക്രം പറഞ്ഞത്. പുതിയ ഇന്ത്യ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കൊല്ലുന്നു എന്ന പ്രമുഖ ദിനപത്രത്തിലെ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചായിരുന്നു പാകിസ്ഥാന്റെ പൊറാട്ട് നാടകം. ഇന്ത്യ ലോക സുരക്ഷിതത്വത്തിന് വിനയാകുന്നു എന്ന തരത്തിലാണ് യുഎന്നിലെ പാകിസ്ഥാൻ സ്ഥിരം പ്രതിനിധി പലതും പറഞ്ഞു വെച്ചത്. വിദേശ മണ്ണിലെ ഭീകരരെ ഉന്മൂലനം ചെയ്യാനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ ഇന്ത്യൻ സർക്കാർ കൊലപാതകങ്ങൾ നടത്തുന്നുവെന്ന് ദി ഗാർഡിയൻ നേരത്തെ ഒരു റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നുവെന്നാണ് പാകിസ്ഥാന്റെ വാദം. 2023 ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായി ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അതിൽ 15 പേരുടെ മരണത്തിൽ ഇന്ത്യയുടെ പങ്കുണ്ട് എന്നും ഖലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിനെ 2020 കൊലപ്പെടുത്തിയത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏജന്റുമാരാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതും പാകിസ്ഥാൻ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതേസമയം തെറ്റായ ആരോപണങ്ങളിൽ കത്തിക്കയറാൻ ശ്രമിച്ച ആളാകാൻ നോക്കിയ പാകിസ്ഥാനെ ഇന്ത്യ തൂത്തെറിഞ്ഞു കളഞ്ഞു എന്ന് തന്നെ പറയാം. പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അസംബന്ധവും അനവസരപരവുമെന്നാണ് ഇന്ത്യ പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. കാനഡയിൽ ഇന്ത്യ പ്രഖ്യാപിച്ച ഭീകരനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറസ്റ്റുകളോട് പ്രതികരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. ഇന്ത്യയിൽ അന്വേഷിക്കേണ്ട പ്രസക്തമായ എന്തെങ്കിലും തെളിവുകളോ വിവരങ്ങളോ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് വളരെ കാലമായി ഇന്ത്യ വാദിക്കുന്നുമുണ്ട്. ഏതെങ്കിലും ഇന്ത്യൻ പൗരന്റെ അറസ്റ്റ് സാധാരണയായി സർക്കാരിനെയോ എംബസിയോ അറിയിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണത്തെ ന്യായീകരിക്കുന്ന പ്രത്യേക തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിദേശകാര്യ മന്ത്രാലയവും അറസ്റ്റിനെ കുറിച്ച് കാനഡ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ കോൺസുലർ ആക്സസ് അഭ്യർത്ഥനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുമാണ് അറിയിച്ചത്. കേന്ദ്രത്തിലെ മുൻ കോൺഗ്രസ് ഭരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തന്റെ സർക്കാർ തീവ്രവാദത്തെ എങ്ങനെ നേരിടുന്നു എന്നതിലെ വ്യത്യാസം വിപുലീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് രേഖകൾ കൈമാറുന്ന മുൻ സമീപനത്തിന് പകരം തീവ്രവാദ ഗൂഢാലോചനക്കാരെ അവരുടെ സ്വന്തം തട്ടകത്തിൽ നിന്ന് പുറത്താക്കിയതായി പറഞ്ഞിരുന്നു. ഇന്ത്യ പാകിസ്ഥാനോട് സ്ഥിരവും തത്വാധിഷ്ഠിതവുമായ നയമാണ് പിന്തുടരാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ അയൽപ്പക്കത്തെ ആദ്യ നയമനുസരിച്ച് ഭീകരത, ശത്രുത, അക്രമം എന്നിവയിൽ നിന്ന് മുക്തമായ അന്തരീക്ഷത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായി സാധാരണ അയൽപ്പക്ക ബന്ധമാണ് തേടുന്നത്. സിംല കരാറിനും ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഉഭയകക്ഷിപരമായും സമാധാനപരമായും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധവുമാണ്. പക്ഷേ പാകിസ്ഥാന്റെ സമീപനം നാൾക്കുനാൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും നേരിടാൻ ഉറച്ചതും നിർണായകവുമായ നടപടികൾ കൈക്കൊള്ളും എന്നതാണ് പാകിസ്ഥാനോടായി ഇന്ത്യ ആവർത്തിച്ചിട്ടുള്ളത്. പാകിസ്ഥാനുമായി സാധാരണ അയൽപ്പക്ക ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദവും അതിർത്തി കടന്നുള്ള ഇന്ത്യക്കെതിരായ അക്രമവും ഈ സംരംഭങ്ങൾക്ക് മറുപടിയായി വന്നതാണ് ലോകം കണ്ടത്. 2016 ജനുവരി 2 പത്താൻകോട്ട് വ്യോമതാവളത്തിൽ ഭീകരാക്രമണം, 2016 ഓഗസ്റ്റിൽ ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം, 2019 ഫെബ്രുവരി 14 പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് പുൽവാമയിൽ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയ ഭീകരാക്രമണവും ഇങ്ങനെ നീളുന്നു പാകിസ്ഥാന്റെ കൊള്ളരുതായ്മകൾ. പലപ്പോഴും മാറ്റത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നതിന് ശേഷമാണ് ഈ കണ്ട സംഭവങ്ങളെല്ലാം നടന്നത്. മാത്രമല്ല, പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധവും പരിഹാര നടപടികൾക്കുള്ള ആഹ്വാനവും പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള ഏത് സംഭാഷണവും അർത്ഥശൂന്യമാകുമെന്ന് വിലയിരുത്തപ്പെട്ടു. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരവാദം ഉഭയകക്ഷി ബന്ധത്തിലെ പ്രധാന ആശങ്കയായിട്ട് തുടരുന്നുണ്ട്. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാനും അതിന്റെ ഉറപ്പുകൾ നിറവേറ്റാനും പാകിസ്ഥാൻ വിശ്വസനീയവും മാറ്റാനാകാത്തതും പരിശോധിക്കാവുന്നതുമായ നടപടി കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം ഊന്നി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ ഉറച്ചതും നിർണായകവുമായ നടപടികൾ തുടരുമെന്നും ഊന്നി പറയുന്നുണ്ട്. 2016 സെപ്റ്റംബർ 18 ജമ്മു കശ്മീരിലെ ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിനും തുടർച്ചയായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ സംഭവങ്ങൾക്കും ശേഷം പ്രത്യേകവും വിശ്വസനീയവുമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം നിർണായക നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള വിവിധ തീവ്രവാദ ലോഞ്ച് പാഡുകളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. തീവ്രവാദികൾക്കും അവർക്ക് പിന്തുണ നൽകുന്നവർക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. എന്തായാലും പാകിസ്ഥാനോട് ഇന്ത്യക്ക് പറയാനുള്ള മറുപടി ഇത്രമാത്രമാണ്. ഭീകരതയെ എന്നൊക്കെ പാകിസ്ഥാൻ പിന്തുടർന്നിട്ടുണ്ടോ, പിന്തുണയ്ക്കുന്നുവോ
അപ്പോഴെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടികൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. സമാധാനപരമായ അയൽപ്പക്കമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും പ്രതിജ്ഞാബദ്ധതയും പാകിസ്ഥാനിൽ മാത്രമാണ്. കാരണം എപ്പോഴും ഇന്ത്യ സമാധാനത്തിനും സ്ഥിരതയ്ക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനാണ് പലപ്പോഴും വഴുതി മാറി പ്രശ്നങ്ങളെ വഷളാക്കുന്നതും ഭീകരതയെ പാലൂട്ടി വളർത്തുന്നതും. അപ്പോ പാകിസ്ഥാനാണ് തിരുത്തേണ്ടത്. ഇന്ത്യയെ താറടിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നും അതിന് അർഹതപ്പെട്ട രാജ്യമല്ല പാകിസ്ഥാൻ എന്നുമാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്.